ഈസ്റ്റർ സന്ദേശം. ആദ്യമായി എല്ലാവർക്കും ഈസ്റ്റർ മംഗളങ്ങൾ നേരുന്നു. ആഘോഷങ്ങളുടെ ആഘോഷമാണ് ഈസ്റ്റർ. ഒരു പുതിയ യുഗത്തിന്റെ തുടക്കമാണത്. നിന്റെ തല തകർക്കപ്പെടുമെന്ന് പറഞ്ഞതിന്റെ പൂർത്തീകരണ ദിവസം. മരിച്ച് മൂന്നാം നാൾ ഉയർക്കുമെന്ന പ്രവചനം നിറവേറിയ ദിനം. രക്ഷണീയ കർമ്മത്തിന്റെ പരിപൂർത്തി. നമ്മുടെയൊക്കെ വിശ്വാസത്തിന്റെ അടിത്തറ. എന്നാൽ നമ്മുടെ ഈ വിശ്വാസത്തെ തള്ളിപ്പറയുന്നവർ നമുക്ക് ചുറ്റും ഏറെയുണ്ട്. നമ്മിൽ തന്നെ പലരുമുണ്ട്. യേശുവിന്റെ ജനനം കണ്ടവർ, ജീവിതം കണ്ടവർ, അത്ഭുതങ്ങൾ കണ്ടവർ, മരിച്ചവരെ ഉയർപ്പിക്കുന്നത് കണ്ടവർ, അവന്റെ കുരിശുമരണം കണ്ടവർ, കല്ലറയിൽ അടയ്ക്കപ്പെട്ടത് കണ്ടവരൊക്കെയുണ്ട്. എന്നാൽ അവൻ ഉയർത്തെഴുന്നേറ്റതു മാത്രം കണ്ടവർ ആരുമില്ല. അത് നേരിൽ കണ്ട കാവൽക്കാരാകട്ടെ അത് കണ്ടില്ലെന്ന് പറയാനും രാത്രി വന്ന് ശിഷ്യന്മാർ അവന്റെ ശരീരം മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് പറയുവാനും അധികാരികൾ പണം കൊടുത്ത് വശീകരിച്ചവരായിരുന്നു. ആയുധധാരികളായ ആ പട്ടാളക്കാരെ കീഴടക്കാനും കവാടം മറയ്ക്കാൻ അവിടെ ഉരുട്ടിവെച്ച കല്ല് മാറ്റാനും മാത്രം ശക്തിയുള്ളവർ ആരും തന്നെ അക്കൂട്ടത്തിലുണ്ടായിരുന്നില്ല. ഉയർപ്പിന്റെ സത്യാവസ്ഥ കണ്ടെത്താൻ പല പര്യവേഷണങ്ങളും നടന്നിട്ടുണ്ട്. എന്നാൽ അവനെ വധിക്കാൻ ഉപയോഗിച്ച കുരിശ് കണ്ടെത്തി. വേറോനിക്ക മുഖം തുടച്ച തൂവാല കണ്ടെത്തി. അവന്റെ പ്രതിച്ഛായ പതിഞ്ഞ അവനെ പൊതിയുവാൻ ഉപയോഗിച്ച കച്ചയും കണ്ടെത്തി. അവന്റെ ശരീരം മാത്രം കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവനെ മാത്രം കണ്ടെത്തിയില്ല. ഉയർപ്പിന്റെ ഒരു തെളിവാണത്. ഉയർത്തെഴുന്നേറ്റ ഒരു ശരീരം എപ്രകാരമുള്ളതായിരിക്കും എന്നതിനും ആർക്കും തീർച്ചയില്ല. ചില സൂചനകൾ മാത്രം. ഏതുതരം ശരീരമാണ് അവർ സ്വീകരിക്കുക? പലതരം ശരീരങ്ങളുണ്ട്. മനുഷ്യരുടേത് ഒന്ന്, മൃഗങ്ങളുടേത് മറ്റൊന്ന്. സ്വർഗീയ ശരീരങ്ങളുമുണ്ട്, ഭൗമിക ശരീരങ്ങളുമുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് ഒന്ന്, ഭൗമിക ശരീരങ്ങളുടെ തേജസ് മറ്റൊന്ന്. ഇപ്രകാരം തന്നെയാണ് മരിച്ചവരെ പുനരുദ്ധാനവും. നശ്വരതയിൽ വിതയ്ക്കപ്പെടുന്നു, അനശ്വരതയിൽ ഉയർപ്പിക്കപ്പെടുന്നു. വിതയ്ക്കപ്പെടുന്നത് ഭൗതിക ശരീരം, പുനരുജ്ജീവിക്കുന്നത് ആത്മീയ ശരീരം. ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ ശരീരത്തിന് മുമ്പത്തെ ശരീരത്തിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസമുണ്ടായിരുന്നോ? ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ഒരേ സമയത്ത് പല സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നതായി പറയപ്പെടുന്നു. അടച്ചിട്ട മുറിയിലേക്ക് അവൻ കടന്നു വരുന്നു. അതിനർത്ഥം അവന്റെ ശരീരം പിന്നീട് സ്ഥൂല ശരീരമല്ല, മറിച്ച് സൂക്ഷ്മ ശരീരമായിരുന്നു എന്നാണ്. ഭക്ഷിക്കാനും സ്പർശിക്കാനും കണ്ണുകൾ കൊണ്ട് കാണാനുമൊക്കെ സാധ്യമായ ഒരു ശരീരമായിരുന്നു അത്. ഉയർപ്പിന് ശേഷം ഒറ്റയായും കൂട്ടമായും അവൻ പ്രത്യക്ഷപ്പെട്ട ആളുകളുടെ സാക്ഷ്യവും അതൊക്കെ രേഖപ്പെടുത്തിയ പുതിയ നിയമവചനങ്ങളും അവന്റെ ഉയർപ്പിന്റെ സാക്ഷ്യമാണ്. അവൻ കേപ്പായ്ക്കും പിന്നീട് 12 പേർക്കും പ്രത്യക്ഷനായി. അതിനുശേഷം ഒരുമിച്ച് 500-ലധികം സഹോദരർക്കും പ്രത്യക്ഷനായി. അവരിൽ ഏതാനും പേർ മരിച്ചു. എന്നിരുന്നാലും അതിൽ മിക്കവരും ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഇനിയും ഇസ്രായേൽ ചരിത്രത്തിന്റെ ആരംഭം മുതൽ സാബത്തായി അവർ ആചരിച്ചിരുന്ന ശനിയാഴ്ചയെ യേശു ഉയർത്തെഴുന്നേറ്റ ഞായറാഴ്ചയിലേക്ക് മാറ്റുവാൻ പുതു ക്രിസ്ത്യാനികൾക്ക് ധൈര്യം കാട്ടിയത് ഉയർപ്പിന്റെ മറ്റൊരു സാക്ഷ്യമാണ്. വീണ്ടും അവന്റെ നാമത്തിൽ വലിയ പീഡനങ്ങൾ ഉണ്ടായിട്ടും അങ്ങനെയൊന്നും വകവയ്ക്കാതെ അവർ കുരിശിൽ തറച്ചു കൊന്ന യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് ധൈര്യപൂർവ്വം പ്രഘോഷിക്കാൻ അവർക്ക് കഴിഞ്ഞത് ആ ഉയർപ്പിൽ അവർക്ക് അത്രയേറെ ബോധ്യമുണ്ടായിരുന്നത് കൊണ്ടാണല്ലോ. അതുവരെ കുരിശിലേറ്റപ്പെട്ടതായിരുന്നു മനുഷ്യൻ കണ്ടുപിടിച്ച ഏറ്റവും കഠോരമായ ശിക്ഷാരീതി. കുരിശുവധം കണ്ടുപിടിച്ച പേർഷ്യക്കാരെ തോൽപ്പിക്കുന്ന പീഡാനുഭവ മുറകളാണ് ക്രിസ്ത്യാനികളെ ഉന്മൂലനം ചെയ്യാൻ റോമാക്കാർ പിന്നീട് പ്രയോഗിച്ചത്. ചിലർ കല്ലെറിഞ്ഞു കൊല്ലപ്പെട്ടു, ചിലർ കഴുത്തറക്കപ്പെട്ടു, ചിലരെ കുരിശിലേറ്റി, തല കീഴായി കുരിശിലേറ്റി, വറചട്ടിയിൽ പൊരിച്ചെടുത്തു, തൊലി ഉരിഞ്ഞു, പട്ടിണിക്കിട്ട് കൊന്നു, വിശക്കുന്ന സിംഹങ്ങൾക്ക് എറിഞ്ഞുകൊടുത്തു, കറങ്ങുന്ന ചക്രങ്ങൾക്കിടയിലേക്ക് വലിച്ചെറിഞ്ഞു, രഥത്തിൽ കെട്ടി വലിച്ചു, പന്തമായി വഴിയരികിൽ കത്തിച്ചു. പറഞ്ഞാൽ തീരാത്ത, എഴുതിയാൽ തീരാത്ത പീഡന പർവ്വങ്ങൾക്കിടയിലും പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിഞ്ഞത് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിലുള്ള ബോധ്യം ഒന്നുകൊണ്ട് മാത്രം. കേവലം ഒരു കെട്ടുകഥയുടെ പേരിൽ ആരും തന്നെ ഇത്രയേറെ മർദ്ദനങ്ങളെ അതിജീവിക്കില്ല എന്നുള്ളത് തീർച്ച. വർഷം 2000 ഇന്നും അവൻ നൽകുന്ന ദർശന സൗഭാഗ്യം കൊണ്ട് പലരും അവന് വേണ്ടി രക്തസാക്ഷിത്വം വരിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ഇന്നും നമ്മുടെ മധ്യേ വസിക്കുന്നു. നമുക്കിടയിലെ ഏക മധ്യസ്ഥനായി ദൈവത്തിന്റെ വലത്തുഭാഗത്ത് അവൻ ഇരിക്കുന്നു. ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവൻ വരുമാനമിരിക്കുന്നു. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെങ്കിൽ അവസാന നാളിൽ നാമും അവനോടൊപ്പം ഉയർത്തെഴുന്നേൽക്കും.